ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം ഒമാ ദ ഡെമോണിക്. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു വീട് കാണിക്കുകയാണ്. ആ വീടിനുള്ളിലേക്ക് ഒരു കപ്പിൾസ് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവർ ആ വീടിനുള്ളിൽ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട്, നമ്മൾ ഈ വീട്ടിലേക്ക് വന്നത് ആരെങ്കിലും കാണുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആ പയ്യനും പറയാണ്. അതിനുശേഷം അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കിരീടം എടുത്തിട്ട് ഇവളുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇവളും കണ്ണാടിയിൽ സന്തോഷത്തോടു കൂടി പോയി നോക്കിയിട്ട് എനിക്കിവിടെ തന്നെ ജീവിക്കണമെന്ന് തോന്നുകയാണ്, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാമെന്നൊക്കെ പറയുമ്പോൾ നിന്റെ ആഗ്രഹം ഒരു നാൾ എന്തായാലും നടക്കുന്ന അവനും പറയാണ്. അതിനുശേഷം അവൻ അവളുടെ കയ്യിൽ ഒരു ഉമ്മയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവളൊന്ന് നാണത്തോടു കൂടി പിറകിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു പാത്രം നിലത്ത് വീണ് പൊട്ടിയിട്ട് അതിനുള്ളിൽ നിന്ന് ഒരു ഗോസ്റ്റ് പുറത്തേക്ക് വരികയാണ്. ഇവർ രണ്ടുപേരും പേടിച്ചിട്ട് അവിടെ പോയി മറിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഗോസ്റ്റ് പതിയെ താഴേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ പയ്യനാണെങ്കിൽ ആ ഗോസ്റ്റിന് പിറകെ പോവാനായിട്ട് ഒരുങ്ങുമ്പോൾ ആ പെൺകുട്ടി തടയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവൻ ആ ഗോസ്റ്റിന് പിറകെ പോവാണ്. ഈ സമയത്ത് തന്നെ ആ ഗോസ്റ്റ് തിരിഞ്ഞ് അവനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. ഈ പെൺകുട്ടിയാണെങ്കിൽ ഓടിപ്പോയിട്ട് അവന് ഫ്രണ്ടിലായിട്ട് നിൽക്കുകയാണ്. ഗോസ്റ്റ് വന്ന് അവളുടെ വായ്ക്കുള്ളിലേക്ക് കൈ കടത്തുകയാണ്. അവൾ അവിടെ വെച്ച് മരിച്ചു പോവാണ്. ഇതും കണ്ട് പേടിച്ചിട്ട് ആ പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിട്ടും കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ വെച്ച് കട്ടാവുകയാണ്. അടുത്ത സീൻ നമ്മുടെ കഥയിലെ ഹീറോയിൻ ഫിയോണയെ കാണിക്കുകയാണ്. അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് കോളേജിൽ പോകാൻ റെഡിയായി താഴേക്ക് വരികയാണ്. ഈ സമയത്ത് അമ്മേനെ അനിയത്തിനെയൊക്കെ വിളിച്ചുകൊണ്ടാണ് അവൾ താഴേക്ക് വരുന്നത്. അവൾ നേരെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ട് അതിലെന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിന്റെ പേരാരോ വിളിക്കുന്നതായിട്ട് അവൾ കേൾക്കുകയാണ്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെയും അവളുടെ പേര് വിളിക്കുന്നതായിട്ട് കേട്ടിട്ട് അവൾ നോക്കുകയാണ്. ഇപ്പോഴും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവളൊരു കത്തിയൊക്കെ എടുത്തിട്ട് പേടിയോടുകൂടി അവളെല്ലാം ചുറ്റി നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഹീറോയിന്റെ പേര് വിളിക്കുന്നതായിട്ടും അവൾ കേൾക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നൊരു ടേബിളിൽ നിന്ന് ബുക്ക് നിലത്തേക്ക് വീഴുന്നുണ്ട്. അവൾ ആ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് അവളുടെ മുത്തശ്ശിയുടെ ഫോട്ടോ അവൾക്ക് കിട്ടുകയാണ്. അവൾ ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ പിറകിൽ നിന്നായിട്ട് എൻ്റെ അടുത്തേക്ക് വാ എന്നൊരു സൗണ്ട് അവൾ കേൾക്കുകയാണ്. അവളും പേടിയോടുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും എപ്പോഴത്തെയും പോലെ തന്നെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്തായിട്ട് ഹീറോയിന്റെ കോളേജിൽ കാണിക്കുകയാണ്. ഹീറോയിനെയും അവളുടെ ഫ്രണ്ട് ലൂണേനെയാണ് കാണിക്കുന്നത്. അവരെന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്ലേഡ് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഹീറോയിനും ആ ബ്ലേഡ് എടുക്കുന്ന സമയത്ത് അവളുടെ കയ്യിലൊരു മുറിവും പറ്റുകയാണ്. അവൾ ആ മുറിവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ മുഴുവനും ഇരുട്ടായി മാറുകയാണ്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഇപ്പൊ അവിടെ ഇല്ല. ഹീറോയിനും അവളുടെ ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ഗോസ്റ്റ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹീറോയിന് നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഗോസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് പിന്നെയും ഹീറോയിൻ ചോദിക്കുന്നുണ്ടെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യ്, വീട്ടിലേക്ക് വാന്ന് പറഞ്ഞിട്ട് ആ ഗോസ്റ്റ് ഹീറോയിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവളും പേടിച്ചിട്ട് കണ്ണ് മൂടുകയാണ്. അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇപ്പം അവളുള്ളത് അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലാണ്. ഹീറോയിൻ ആകെ ഷോക്ക് ആവാണ്. ഇപ്പൊ എന്താ നടക്കണേന്ന് പോലും അവൾക്ക് അറിയുന്നില്ല. ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഹീറോയിന്റെ ഫ്രണ്ട് ലൂണ അവളെ തട്ടി വിളിച്ചിട്ട് നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ വ്യത്യസ്തമായിട്ട് പെരുമാറണേന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴാണ് ഹീറോയിൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഞാനൊരു ലേഡിയുടെ ഗോസ്റ്റിനെ കണ്ടു, അതിനെ വല്ലാതെ ഭയപ്പെടുത്തി, അതിനോട് ഹെൽപ്പ് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലുള്ളതായിട്ടും ഞാൻ കണ്ടു എന്ന് പറയാണ്. നീ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടി പേടിപ്പിക്കല്ലേ, വാ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരവരുടെ ജോലിയൊക്കെ ചെയ്ത് തീർക്കുകയാണ്. അതിനുശേഷം കോളേജൊക്കെ കഴിഞ്ഞ് അവർ പോകുന്ന സമയത്ത് നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പെരുമാറിയെന്നൊക്കെ ലൂണ ചോദിക്കുകയാണ്. എനിക്കറിയില്ല, എനിക്ക് എൻ്റെ മുത്തശ്ശിയുടെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ മുത്തശ്ശിയാണ് എന്നെ തിരിച്ചു വിളിക്കുന്നത് എന്ന്. ആരാ നിൻ്റെ മുത്തശ്ശി, മുത്തശ്ശിയെ കുറിച്ചിട്ട് നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ലൂണ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയാണ് അവർ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അവരോടൊപ്പം തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ ഇവിടേക്ക് വന്നതിന് ശേഷം മുത്തശ്ശിയെ കുറിച്ചിട്ട് ഒന്നും തന്നെ അറിയില്ല. ഞങ്ങൾ മുത്തശ്ശിയെ കാണാനും പോവാറില്ല. അവസാനമായിട്ട് അമ്മ എന്നോട് മുത്തശ്ശിക്ക് തീരെ സുഖമില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മുത്തശ്ശനാണെങ്കിൽ എൻ്റെ അമ്മ ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി, അത്രയും മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് ഹീറോയിൻ പറയാണ്. അതിനുശേഷം നീ മുത്തശ്ശിയെ പറ്റി അന്വേഷിച്ചില്ലേ, അവരെ പറ്റി അമ്മയോടൊന്നും ചോദിച്ചില്ലേ, നിന്റെ കയ്യിൽ മുത്തശ്ശിയുടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നീ അവരെ പോയി കാണണമെന്ന് ലൂണ പറയാണ്. ഹീറോയിനും എൻ്റെ കയ്യിൽ അഡ്രസ്സ് ഉണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് പോവാണ്, ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്, നമ്മുടെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോന്ന് ലൂണയോട് ഹീറോയിൻ ചോദിക്കുകയാണ്. ലൂണയും അവളുടെ ബോയ് ഫ്രണ്ട് ജെഫിനെ വിളിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവാണ്, നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവനും അവരുടെ കൂടെ പോകാനായിട്ട് സമ്മതിക്കുകയാണ്. നിങ്ങൾ റെഡിയായിട്ട് വരാൻ പറഞ്ഞിട്ട് ഹീറോയിൻ കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. അവൾ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൾ മുൻപ് കേട്ട സൗണ്ട് കേട്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ലേഡിയുടെ നിഴൽ അവൾ കാണുകയാണ്. അവളും ഭയത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ലിഫ്റ്റും ഓപ്പൺ ആവുകയാണ്. ലിഫ്റ്റിൽ നിന്നിറങ്ങിയ ഹീറോയിൻ കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കാറിനുള്ളിലായിട്ട് ഒരു രൂപം ഇരിക്കുന്നതായിട്ട് കണ്ടിട്ട്
അവളും ഭയത്തോടെ അത് നോക്കി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജെഫും ലൂണയും പുറകിലൂടെ വന്നിട്ട് ഹീറോയിനെ ഭയപ്പെടുത്തുകയാണ്. ഹീറോയിനും വല്ലാതെ ഒരു ഭയത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. അവരവിടുന്ന് പോകുന്നത് കാണിക്കുകയാണ്. ഹീറോയിനാണ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂണയും ജെഫും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് കാറിന്റെ റേഡിയോയിൽ നിന്ന് എന്നെ രക്ഷിക്കുകയെന്ന് അവൾ മുൻപേ കേട്ട ആ സൗണ്ട് തന്നെ കേൾക്കുകയാണ്. ഹീറോയിൻ മാപ്പൊക്കെ എടുത്തിട്ട് വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളുടെ മാപ്പ് വർക്കാവുന്നുണ്ടായിരുന്നില്ല. ജെഫും ലൂണയും ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് അവരുടെ മാപ്പ് എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ അതും വർക്കാവാതിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു നാട്ടുകാരനെ കണ്ടിട്ട് അയാളോട് വഴി ചോദിക്കുകയാണ്. ഈ റോഡിലൂടെ നേരെ പോയാൽ ആ ഗ്രാമത്തിലെത്തുന്ന അയാളും പറയാണ്. പിന്നെ ഒരു കാര്യം, ഇരുട്ടുന്നതിന് മുമ്പായിട്ട് ഈ വഴിയിലൂടെ പോകണം, അല്ലെങ്കിൽ ഇവിടെ മുഴുവനും അമാനുഷികമായ കാര്യങ്ങളെല്ലാം നടക്കുന്ന അയാൾ പറയാണ്. അവർ 3 പേരും പിന്നെയും അവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കാറിന് മുമ്പിലായിട്ട് നിൽക്കുന്നതായിട്ട് ഹീറോയിൻ കാണുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ കാറ് തിരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടിയിട്ട് അവർക്ക് ആക്സിഡന്റ് ആവുകയാണ്. നിനക്ക് എന്താ പറ്റിയതെന്ന് ലൂണ ചോദിക്കുമ്പോൾ കാറിന് മുൻപിൽ നിൽക്കുന്ന സ്ത്രീയാണ്. അവരെയാണ് ഞാൻ കോളേജിൽ വെച്ച് കണ്ടതെന്ന് ഹീറോയിൻ പറയാണ്. ലൂണ നോക്കുമ്പോൾ അവൾക്ക് അവിടെ ആരെയും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ 3 പേരും കാറിന് പുറത്തിറങ്ങി നോക്കുകയാണ്. കാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ആ ആക്സിഡന്റ് ആയ കാരണം കാറ് വല്ലാതെ ഡാമേജ് ആയിരിക്കുകയാണ്. ഇനി കാർ ഓൺ ആവില്ല, ഇനി നമുക്ക് നടന്നു പോവാന്ന് അവർ തീരുമാനിക്കുകയാണ്. അവരങ്ങനെ നടന്നു പോവാണ്. പോകുന്ന വഴിക്ക് അവരൊരു പാലവും കാണുന്നുണ്ട്. ആ പാലത്തിൽ ഒരു ഗോസ്റ്റ് നിൽക്കുന്നതായിട്ട് ലൂണയുടെ കണ്ണിൽ കാണുകയാണ്. അവള് ഭയത്തോട് കൂടിയിട്ട് ജെഫിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ ആരോ നിൽക്കുന്നുണ്ടെന്ന് അവൾ പറയാണ്. ജെഫും ഹീറോയിനും നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ ആ ഗോസ്റ്റിനെ കാണാനും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു ദൂരം നടന്നു പോയതിനു ശേഷം അവിടെ ഒരാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് അവർ കാണുകയാണ്. അയാളുടെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. അവരെത്ര വിളിച്ചിട്ടും കേട്ടതുപോലും ഭാവിക്കാതെ അയാൾ അവിടെ നിന്നും പോവാണ്. അങ്ങനെ കുറേ ദൂരം നടന്നതിന് ശേഷം അവർ ആ ഗ്രാമത്തിൽ എത്തിച്ചേരുകയാണ്. ഹീറോയിന് കോളേജിൽ വെച്ചിട്ട് ഹാലുസിനേഷൻ ഉണ്ടായ സമയത്ത് അവൾക്ക് മുത്തശ്ശിയുടെ വീട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിൽ എങ്ങനെയൊക്കെ അവൾ മുത്തശ്ശിയുടെ വീടും കണ്ടുപിടിക്കുകയാണ്. വീടിന്റെ ഗേറ്റ് പൂട്ടിക്കിടക്കുകയാണ്. മുകളിൽ ഒരു മണി കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് ജെഫ് ആ മണി അടിക്കുകയാണ്. ആ മണി പൊട്ടി നിലത്തേക്ക് വീഴുകയാണ്. ഒരു വഴിയും ഇല്ലാതെ എങ്ങനെയൊക്കെ അവർ ആ ഗേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അകത്തേക്ക് പോവാണ്. അവർ 3 പേരും ചേർന്ന് മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ജനലുകളിലെല്ലാം ആരും അകത്തേക്ക് കടക്കരുത് എന്ന രീതിയിൽ പലക കഷ്ണങ്ങൾ അടിച്ചു വെച്ചിരിക്കുന്നതായിട്ടും കാണുകയാണ്. ജനലിലൂടെ നോക്കുമ്പോൾ ലൂണയ്ക്ക് മാത്രം അകത്താരോ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശി കതക് തുറന്ന് പുറത്തേക്ക് വരികയാണ്. എന്നെ മുത്തശ്ശിക്ക് മനസ്സിലായോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ, നിന്നെ എനിക്ക് മനസ്സിലായോന്നോ? നീ എന്റെ കൊച്ചുമകള് ഫിയോണയല്ലേ? നിന്നെ എനിക്ക് മനസ്സിലാവാതെ ഇരിക്കുവോ? എത്ര നാളായി നിന്നെ കണ്ടിട്ട്, ഇപ്പോഴാണ് നിനക്കെന്നെ കാണാൻ തോന്നിയതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അവരെ 3 പേരെയും മുത്തശ്ശി അകത്തേക്ക് വിളിക്കുകയാണ്. ഹീറോയിനും ജെഫും അകത്തേക്ക് പോവാണ്. എന്നാൽ ലൂണ മാത്രം എന്തൊക്കെയോ സംശയത്തോടെ പുറത്തു തന്നെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് പുറത്തുകൂടി ഒരു ഗോസ്റ്റ് ഓടിപ്പോകുന്നത് പോലെ ലൂണയ്ക്കും കാണുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാകാതെ ലൂണ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഹീറോയിൻ അവളെ അകത്തേക്ക് വിളിക്കുകയാണ്. അവൾ അകത്തേക്ക് വന്നതും വാതിൽ തനിയെ അടയാണ്. 3 പേരും ഒന്ന് ഷോക്ക് ആവണമുണ്ട്. മുത്തശ്ശി ഹീറോയിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അവരതെല്ലാം കഴിച്ചിട്ട് മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് മുത്തശ്ശി വിളക്കും കത്തിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ട്, എന്തിനാ വിളക്ക് കത്തിക്കുന്നത്? ലൈറ്റ് ഓൺ ചെയ്ത് കൂടെയെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ, ഇവിടെ ലൈറ്റ് ഒന്നുമില്ല, വിളക്ക് മാത്രമേ ഉള്ളൂ എന്ന് മുത്തശ്ശിയും പറയാണ്. മുത്തശ്ശിക്ക് ഞങ്ങളെ വിളിക്കായിരുന്നില്ലേ? മുത്തശ്ശി കുറെ അധികം ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഫീൽ ചെയ്തിട്ട് കരയാൻ തുടങ്ങുകയാണ്. എന്റെ കൊച്ചുമകളെ കരയരുത്, എനിക്കത് ഇഷ്ടമല്ല, കരയരുത് എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശി അവരെ ടീയൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അവര് ചുമരിലുള്ള ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കാണിക്കണത് മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് ഒരു കപ്പിൾസ് വന്നിട്ട് ഗോസ്റ്റിനെയൊക്കെ കണ്ടിരുന്ന വീടുണ്ടല്ലോ, ആ വീടാണിത്. ഇത് ഈ മുത്തശ്ശിയുടെ വീടായിരുന്നു. അവിടെ ഒരു കസേര തനിയിരുന്ന ആടന്തായിട്ട് ലൂണ കണ്ടിട്ട് ഹീറോയിനെ വിളിച്ച് കാണിക്കുകയാണ്. ഇതെന്റെ മുത്തശ്ശിയുടെ പഴയ ചെയറാണ്, എന്തോ കാറ്റ് താടിയതായിരിക്കുന്നു ഹീറോയിനും പറയാണ്. അടുത്തായി ജെഫ് തനിയെ ഹോളിലിരിക്കുന്ന സമയത്ത് എന്നെ രക്ഷിക്കുന്ന ഒരു പെണ്ണിന്റെ സൗണ്ട് അവന് കേൾക്കുകയാണ്. അവനവിടുന്ന് വേഗം ഹീറോയിന്റെ ലൂണയുടെ അടുത്തേക്ക് പോയിട്ട്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാന്ന് ഹീറോയിനും പറയാണ്. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കുന്നു ജെഫും പറയാണ്. പക്ഷേ ലൂണയ്ക്ക് മാത്രം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടും ഫീലും ചെയ്യാണ്. ജെഫ് തിരിച്ച് ഹോളിലേക്ക് വരുമ്പോൾ അവൻ ആ സൗണ്ട് പിന്നെയും കേൾക്കുകയാണ്. അവനും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും തന്നെയില്ല. അവൻ അവിടെയെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവന് പുറകിലായിട്ട് ആരോ നിൽക്കുന്നതായിട്ട് അവന് ഫീൽ ചെയ്യാണ്. അവനും ഭയത്തോടെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ നിന്നിരുന്ന ആ രൂപം കാണാതെ ആവുകയാണ്. ജെഫ് അവിടെ മുഴുവനും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവന് പിന്നെയും പിന്നെയും ആ വോയിസ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കണ്ണാടിയുടെ ഉള്ളിൽ നിന്ന് ഒരു ഗോസ്റ്റ് വന്നിട്ട് ജെഫിന്റെ വായ്ക്കുള്ളിലേക്ക് പോവാണ്. കുറച്ചു നേരത്തിന് ശേഷം ലൂണ ഹോളിലേക്ക് വരുമ്പോൾ ജെഫ് അവിടെ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. അവന്റെ ഫേസ് ഒക്കെ ആകെ മാറിപ്പോയിരിക്കുകയാണ്. അവന്റെ ശരീരത്തിലേക്ക് ഇപ്പൊ ആ ഗോസ്റ്റ് കടന്നിരിക്കുകയാണ്. നിനക്ക് എന്താ പറ്റിയത്? എന്താ ഇവിടെ നിൽക്കണേന്ന് ലൂണ ചോദിക്കുമ്പോൾ ജെഫ് ലൂണയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവളെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. അവളുടെ സൗണ്ട് കേട്ടിട്ട് ഹീറോയിൻ അവിടേക്ക് ഓടി വന്നിട്ട് ലൂണയെ രക്ഷിക്കുകയാണ്. മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് ജെഫിന്റെ നെറ്റിയിലെ മന്ത്രം ചൊല്ലി കൈവെക്കുമ്പോൾ ജെഫ് മയങ്ങി പോവാണ്.
ഹീറോയിനും ലൂണയും ഭയത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അവനെ അടുത്ത റൂമിലേക്ക് കൊണ്ടുചെന്ന് കിടത്ത്, കുറച്ചു നേരത്തിന് ശേഷം ഒക്കെ ശരിയാവുമെന്ന് മുത്തശ്ശി പറയാണ്. ഹീറോയിൻ ലൂണയോട് നീയും ജെഫും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഹാളിലേക്ക് ചെന്നപ്പോൾ ജെഫ് അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് അവന്റെ അടുത്ത് പോയിട്ടൊന്ന് സംസാരിച്ചു. പെട്ടെന്ന് തന്നെ അവൻ എന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ഈ വീട്ടില് എന്തോ തെറ്റി നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്നും ജെഫിന്റെ ശരീരത്തിൽ എന്തോ ഗോസ്റ്റ് കയറിയത് പോലെ ഉണ്ടെന്നും ലൂണ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിനക്ക് തോന്നിയതാണ്, ഒക്കെ നിന്റെ തോന്നല് മാത്രമാണെന്ന് ഹീറോയിനും പറയാണ്. അതിനുശേഷം ഹീറോയിൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്നേക്കാണ്. ജെഫിന് ഇതുവരെയും ശരിയായിട്ടില്ല എന്ന് മുത്തശ്ശി പറയാണ്. നിന്നെ ഞാൻ മിസ് ചെയ്യുന്നു എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റ് ഇവിടെ തന്നെ താമസിക്കുക എന്ന് ഹീറോയിൻ മുത്തശ്ശിയോട് പറയാണ്. എന്തിനാണ് ഇവിടെയുള്ള വാതിലുകളിലെല്ലാം പലകകൾ അടിച്ചു വെച്ചിരിക്കണമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ പുറത്തുള്ള ആളുകൾ ആരും നല്ലവരല്ല, അതിനാലാണ് ഇവിടെയുള്ള വാതിലുകളിലെല്ലാം പലകകൾ കൊണ്ട് മൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞിട്ട്, ആരും ഈ വീടിനുള്ളിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അടുത്തായിട്ട് ഹീറോയിനും ലൂണയും റൂമിലിരിക്കുകയാണ്. ഇതെന്റെ അമ്മയുടെ റൂമാണ്, ഞാനും എൻ്റെ അനിയത്തിയും ചെറുപ്പത്തിൽ ഇവിടെയാണ് ഉറങ്ങാറെന്ന് ഹീറോയിൻ ലൂണയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൂണ ഹീറോയിനോട് നിന്റെ അച്ഛൻ്റെ ഫോട്ടോസ് ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അനിയത്തി ജനിച്ചപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് സിറ്റിയിലേക്ക് വന്നത്. എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്, അവർ തന്നെയാണ് എന്നെയും എൻ്റെ അനിയത്തിയെയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. പിന്നെ ആരോടും പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അത് ഞാൻ നിന്നോട് പറയാം. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശി മരിച്ചുപോയത് മുതൽ മുത്തശ്ശിക്ക് മാനസികമായിട്ട് എന്തെല്ലാമോ പ്രശ്നങ്ങൾ വന്നു, അതിനാൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അതുപോലെ എൻ്റെ അനിയത്തി ജനിച്ചപ്പോൾ എൻ്റെ അച്ഛനും മരിച്ചുപോയി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയ്ക്കും മുത്തശ്ശിക്ക് വന്നതുപോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, അവരെയും മെൻ്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ എൻ്റെ അമ്മ അവരുടെ ബോസിനെ തന്നെ കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കും സംഭവിച്ച പോലെ എനിക്കും സംഭവിക്കുന്ന എനിക്ക് പേടിയുണ്ടെന്ന് ഹീറോയിൻ ലൂണയോട് പറയാണ്. നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ലൂണ ഹീറോയിനെ ആശ്വസിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് ജെഫിനെയാണ് കാണിക്കുന്നത്. അവൻ പെട്ടെന്ന് മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു ഗോസ്റ്റ് അവന് മുൻപിലായിട്ട് വന്നിട്ട് അവന്റെ ശരീരത്തിലേക്ക് പിന്നെയും കയറാണ്. പിന്നെ ഹീറോയിന്റെ വീട്ടിലാണ് കാണിക്കുന്നത്. അവളുടെ അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഹീറോയിനെ എവിടെയെന്ന് അനിയത്തിയോട് ചോദിക്കുമ്പോൾ അവൾ ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല എന്ന് അനിയത്തി പറയാണ്. ടേബിളിലായിട്ട് മുത്തശ്ശിയുടെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടിട്ട് ഹീറോയിന്റെ അമ്മ ഭയത്തോടു കൂടി ഹീറോയിന് കോൾ ചെയ്യാണ്. പക്ഷെ അവൾക്ക് കോള് കണക്ട് ആവുന്നുമില്ല. മുത്തശ്ശിയുടെ വീട്ടില് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ലൂണ വെള്ളം കുടിക്കാനായിട്ട് ഹാളിലേക്ക് വരികയാണ്. അവള് വെള്ളം എടുത്ത് കുടിക്കുന്ന ടൈമിൽ അവളുടെ കയ്യിൽ ആരോ പിടിക്കുന്നതായിട്ട് തോന്നിയിട്ട് ടേബിളിന്റെ അടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഗോസ്റ്റ് ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. ആ ഗോസ്റ്റ് ലൂണയുടെ അടുത്തേക്ക് വരുമ്പോൾ അവളും ഭയന്ന് റൂമിലേക്ക് ഓടുകയാണ്. നോക്കുമ്പോൾ അവിടെ ജെഫ് നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നെ രക്ഷിക്കണമെന്ന് പറയാണ്. ജെഫിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു കത്തിയുണ്ട്, അവന്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ഗോസ്റ്റ് കയറിയിട്ടുമുണ്ട്. നിനക്ക് എന്താ പറ്റിയത് ജെഫ് എന്ന് ലൂണ ചോദിക്കുമ്പോൾ ജെഫ് കത്തി കൊണ്ട് അവളെ കൊല്ലാനായിട്ട് വരികയാണ്. അവളും ഭയത്തിൽ നിലവിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. ഇതെല്ലാം തന്നെ അവൾക്ക് വന്ന ഒരു സ്വപ്നമായിരുന്നു. ഹീറോയിൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പുറകിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്ന സൗണ്ട് കേട്ട് രണ്ടാളും ഭയത്തോടെ തിരിഞ്ഞു നോക്കുകയാണ്. അവിടെ ഒരു ഗോസ്റ്റിനെ കണ്ട് പേടിച്ചിട്ട് അവർ മുൻപിലേക്ക് നോക്കുമ്പോൾ രണ്ടുപേരും ഭയന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി വരുമ്പോൾ മുൻപിലായിട്ട് മുത്തശ്ശി നിൽക്കുന്നതായിട്ട് കാണുകയാണ്. മുത്തശ്ശി അവരോട് ഇവിടുന്ന് പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് മയങ്ങി വീഴാണ്. മുത്തശ്ശിയെ റൂമിൽ കൊണ്ടിരുത്തി നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും പറയാതെ തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് മാത്രം പോകരുത്, പുറത്തുള്ളവരാരും നല്ലവരല്ല, അവർ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഹീറോയിനും ലൂണയും ശരിയെന്ന് പറഞ്ഞ് ഭയത്തോടു കൂടി റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഹീറോയിൻ ലൂണയോട് നീ ജെഫ് എവിടെയാണെന്ന് പോയി നോക്ക്, ഞാൻ പുറത്തേക്ക് പോവാണ്, മുത്തശ്ശിക്ക് മരുന്ന് വാങ്ങണമെന്ന് പറയുമ്പോൾ ഞാനും നിന്റെ കൂടെ വരാം, എനിക്കിവിടെ ഇരിക്കാൻ പേടിയാണെന്ന് ലൂണ പറയാണ്. വേണ്ട, നീ ഇവിടെ തന്നെ നിൽക്ക്, മുത്തശ്ശിയെ നോക്ക് എന്ന് പറയുമ്പോൾ പിന്നെയും അവർ കേട്ട അതേ ശബ്ദം എന്നെ രക്ഷിക്കുക എന്ന സൗണ്ട് അവർക്ക് കേൾക്കുകയാണ്. ആ സൗണ്ട് മുകളിൽ നിന്നാണ് കേൾക്കണത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവർ മുകളിലേക്ക് പോകണത്. മുകളിലൊരു റൂം പൂട്ടിക്കിടക്കുന്നതായിട്ട് കാണുകയാണ്. ആ റൂമിനുള്ളിൽ നിന്നാണ് എന്നെ രക്ഷിക്കുക എന്ന സൗണ്ട് കേൾക്കണത്. ഹീറോയിൻ ആ വാതിൽ തുറന്നിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. ലൂണയും അവൾക്ക് പിന്നാലെ അകത്തേക്ക് വരികയാണ്. അവിടെ ഒരു കർട്ടൻ കാണുകയാണ്. അതിനു പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ കണ്ടിട്ട് അവിടെ പോയിട്ട് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു വലിയ കാറ്റ് വന്നിട്ട് ആ റൂമിനുള്ളിലേക്ക് എല്ലാം വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കാനും കഴിയണില്ല. ലൂണ ഹീറോയിനെ പുറത്തേക്ക് ഇറക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ വാതിൽ പെട്ടെന്ന് തന്നെ അടയാണ്. ഹീറോയിൻ ഇപ്പോൾ ആ റൂമിനുള്ളിൽ പെട്ടുപോവാണ്. ഹീറോയിൻ കുറേ നേരം വാതിൽ തുറക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. അവസാനം വാതിലും ഓപ്പൺ ആവുകയാണ്. വാതിൽ തുറന്നതും രണ്ടുപേരും അവിടെ നിന്ന് വേഗം ഓടി ഹോളിലേക്ക് വരികയാണ്. ജെഫിനെ നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം, ഇപ്പൊ ഫസ്റ്റ് നമുക്ക് പുറത്തു പോവാന്ന് ഹീറോയിൻ ലൂണയോട് പറയാണ്. അവരവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് മുൻപിലായിട്ട്
പിന്നെയും ആ ഗോസ്റ്റ് വന്ന് നിൽക്കുന്നതായിട്ട് കാണിക്കുകയാണ്. മുത്തശ്ശിയുടെ വീടിന് പുറത്ത് ആ ഗ്രാമത്തിലെ ഒരാൾ വന്നു നിന്ന് മണി നിലത്ത് വീണ് കിടക്കണത് കണ്ടിട്ട് എന്തോ തെറ്റ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോവാണ്. വീടിനുള്ളിലുള്ള ആ ഗോസ്റ്റ് ലൂണയുടെയും ഹീറോയിന്റെയും അടുത്തേക്ക് വന്ന് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴാണ് ആ ഗോസ്റ്റിനെ മുഴുവനായിട്ട് കാണിക്കുന്നത്. ഫസ്റ്റ് സീനിൽ ഈ വീട്ടിലേക്ക് വന്ന ആ കപ്പിൾസ് ഉണ്ടല്ലോ, ആ പെണ്ണാണ് ഇപ്പൊ ആ ഗോസ്റ്റ് ആയിട്ടുള്ളത്. അത് ഹീറോയിനെയും ലൂണയെയും പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർ ആ ഗോസ്റ്റിനെ എറിയാണ്. അവിടെ എന്തോ വ്യത്യസ്തമായ ഒരു കുപ്പിയിലിരുന്നതും എടുത്ത് അവർ ആ ഗോസ്റ്റിന് നേരെ എറിയുമ്പോൾ ആ ഗോസ്റ്റ് കത്താൻ തുടങ്ങുകയാണ്. ഈ സമയം കൊണ്ട് അവർ രണ്ടാളും വീടിന് പുറത്തേക്ക് ഓടി വരികയാണ്. ഇതേ സമയത്ത് മണി വീണ് കിടക്കുന്നത് കണ്ട ആ ഗ്രാമത്തിലെ ആള് അവിടെയുള്ള ബാക്കി ആളുകളുടെ അടുത്തേക്ക് വന്നിട്ട് ആ വീട്ടിൽ തൂക്കിയിരുന്ന മണി നിലത്തി വീണു, എന്തോ തെറ്റ് സംഭവിക്കാൻ പോവാണ്, നിങ്ങൾ എല്ലാവരെയും പോയിട്ട് ഈ കാര്യം അറിയിക്കുക, എന്നിട്ട് ആ വീടിന്റെ അടുത്തേക്ക് വരാനായിട്ട് പറയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ഹീറോയിൻ ലൂണയും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയെല്ലാം ചുറ്റി നടക്കുകയാണ്. നൈറ്റ് ടൈം ആണ്, വീടിനുള്ളിലേക്ക് പോവാനും കഴിയില്ല. പിന്നെ ഇവിടെയുള്ള ആൾക്കാരും നല്ലവരല്ലാന്ന് മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട്. കുറച്ചു ദൂരം നടന്നതിന് ശേഷം അവരൊരു വീട് കാണുകയാണ്. ആ വീടിന്റെ കതക് തട്ടിയിട്ട് തുറക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും വാതിൽ തുറക്കാതിരിക്കുകയാണ്. അവര് പിന്നെയും വാതിൽ തട്ടി തുറക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അകത്തുള്ള ആരും തന്നെ വന്ന് വാതിൽ തുറക്കുന്നുമില്ല. അടുത്തതായിട്ട് ഹീറോയിന്റെ അമ്മയാണ് കാണിക്കണത്. അവർക്കൊരു കോള് വരുന്നുണ്ട്. ആ കോൾ അറ്റൻഡ് ചെയ്തതും അവർ കരയാനായിട്ട് തുടങ്ങുകയാണ്. അടുത്തതായിട്ട് മുത്തശ്ശിയുടെ വീട്ടില് മണി നിലത്തി വീണ് കിടക്കുന്നത് കണ്ട ആള് മന്ത്രവാദിയും വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് വരികയാണ്. അവരവിടേക്ക് വന്നിട്ട് മന്ത്രമൊക്കെ ചൊല്ലി വെള്ളമൊക്കെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഒരു ഗോസ്റ്റ് വന്നിട്ട് അവരെ രണ്ടുപേരെയും അവിടെ വെച്ച് തന്നെ കൊന്നുകളയാണ്. ഹീറോയിനെയും ലൂണയെയും കാണിക്കുമ്പോൾ ആരുടെങ്കിലും കയ്യിൽ നിന്ന് ഹെൽപ്പ് കിട്ടുമെന്ന് അറിയാനായിട്ട് അവർ ആ ഗ്രാമത്തിലൂടെ തന്നെ നടക്കുകയാണ്. ഈ സമയത്ത് അവർ ഈ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ഒരു പാലം കടന്നാണ് വന്നത്. ആ പാലം അവർ കാണുകയാണ്. ആ പാലം കാണുമ്പോൾ ലൂണ പറയാണ്, നമ്മുടെ കാർ ആക്സിഡന്റ് ആയപ്പോ ഈ പാലത്തിലൂടെയല്ലേ നമ്മൾ വന്നത്, നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമുക്ക് ഇന്ന് നൈറ്റ് നമ്മുടെ കാറിൽ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവർ കാറിന്റെ അടുത്തേക്ക് പോവാണ്. കാറിന്റെ അടുത്ത് എത്തുമ്പോഴാണ് ഒരു വലിയ ട്വിസ്റ്റ് അവരെ കാത്തിരിക്കണത്. അവർ വന്ന കാറ് ഒരു കുഴിയിൽ വീണ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഗ്രാമത്തിലെ ആളുകളും പോലീസും എല്ലാം തന്നെ അവിടെ കൂടിയിരിക്കുകയാണ്. കാറിൽ വന്ന ഹീറോയിനും ലൂണയും ജെഫും മരിച്ചിട്ട് അവരുടെ ബോഡിയും അവിടെ കാണുകയാണ്. ഇവര് 3 പേരും ഈ ഗ്രാമത്തിലേക്ക് ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ ആക്സിഡന്റ് ആയിട്ട് മരിച്ചിരുന്നു. പിന്നീട് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയതെല്ലാം അവരുടെ ആത്മാവായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഹീറോയിനും ലൂണയും അവിടെ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ആ സ്ഥലം മുഴുവനും ഡാർക്ക് ആവുകയാണ്. അവര് പിന്നെയും മുത്തശ്ശിയുടെ വീടിന് മുൻപിൽ എത്തി നിൽക്കുകയാണ്. രണ്ടുപേരും വിഷമത്തോട് കൂടിയിട്ട് ആ വീടിനുള്ളിലേക്ക് പോവാണ്. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മുത്തശ്ശിയുടെ വീടാണ് കാണിക്കുന്നത്. മുത്തശ്ശി അവരുടെ കസേരയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവരുടെ കയ്യിൽ കൂജ പോലെ ഒരു പാത്രവും ഉണ്ട്. അവിടേക്ക് ഹീറോയിന്റെ അമ്മ വന്നിട്ട് ആ പാത്രം മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ടേബിളിൽ വെച്ചിട്ട് മുത്തശ്ശിയോട് പോയി ഉറങ്ങാനായിട്ട് പറയാണ്. ഈ പാത്രമായിരുന്നു ഫസ്റ്റ് സീനിൽ വന്ന കപ്പിൾസ് താഴെയിട്ട് പൊട്ടിച്ച് കളഞ്ഞത്. ഈ പാത്രത്തിനുള്ളിൽ നിന്നാണ് ആ ഗോസ്റ്റ് പുറത്തേക്ക് വന്നതും. ആ പുറത്തേക്ക് വന്ന ഗോസ്റ്റ് വീടിനുള്ളിലേക്ക് വന്ന കപ്പിൾസില് ആ പെണ്ണിന്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഗോസ്റ്റ് ശരീരത്തിൽ കയറിയ ആ പെണ്ണ് താഴെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് മാനസിക നില തെറ്റിയ മുത്തശ്ശി ആ പെണ്ണിന്റെ അടുത്തേക്ക് വരികയാണ്. ആ പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് ഗോസ്റ്റ് അവളെ കൊല്ലുന്നത് കണ്ടിട്ട് അവിടുന്ന് പേടിച്ച് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അവരവിടേക്ക് ഒരു വടിയായിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ മുത്തശ്ശിയുടെ ശരീരത്തിലെ ഗോസ്റ്റ് കയറിയിട്ട് ആ പെണ്ണിന്റെ ശരീരം തിന്നോണ്ടിരിക്കുന്നതായിട്ടും കാണുകയാണ്. ബോയ് ഫ്രണ്ട് ആ വടി ഉപയോഗിച്ചിട്ട് മുത്തശ്ശിയുടെ തലക്കടിച്ചിട്ട് അവരെ അവിടെ വെച്ച് കൊന്നുകളയാണ്. അതിനുശേഷം അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ വേറൊരു ഗോസ്റ്റ് വന്നിട്ട് അവന്റെ ഉള്ളിലേക്കും കയറുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം ഹീറോയിന്റെ അമ്മ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ മുത്തശ്ശിയും അവരുടെ അടുത്തായിട്ട് വേറൊരു പെണ്ണും മരിച്ചു കിടക്കുന്നതായിട്ട് കാണുകയാണ്. അതവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം കൂടിയിട്ട് ആ വീടിന്റെ വാതിലുകളിലെല്ലാം പലകകൾ വെച്ച് അടിച്ചിട്ട് ഒരു മണിയും കെട്ടിത്തൂക്കി ഇടുന്നതായിട്ട് കാണിക്കുകയാണ്. ഇങ്ങനൊരു പ്രശ്നം അവിടെ നടന്നതൊന്നും തന്നെ ഹീറോയിന്റെ അമ്മ ഹീറോയിനോടും അനിയത്തിയോടും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്നും പറയാതെ അവരെ കൂട്ടിക്കൊണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് ഈ സിറ്റിയിലേക്ക് വന്നത്. ഈ കാര്യങ്ങളൊക്കെ ഹീറോയിനോട് പറയാത്ത കാരണമായിരുന്നു അവളിപ്പോഴും മുത്തശ്ശി ആ വീട്ടിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് സീനില് ഹീറോയിന്റെ അമ്മയാണ് കാണിക്കുന്നത്. ഹീറോയിൻ മരിച്ചുപോയ വിഷമത്തില് അവർക്ക് മാനസിക നില തന്നെ തെറ്റിപ്പോവാണ്. അവര് ഹീറോയിന്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് അനീതി വന്ന് പറയുന്നുണ്ടെങ്കിലും അവര് പിന്നെയും ഹീറോയിന്റെ പേര് വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവരിയ്ക്കുന്ന വീൽ ചെയറിന് താഴെയായിട്ട് ഒരു ഗോസ്റ്റ് ഇരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.